അപ്പോൾ ഓണത്തിന് വാങ്ങിയ നേന്ത്രപ്പഴമാണ് കേട്ടോ. ബാക്കിയുള്ള നേന്ത്രപ്പഴം നമ്മൾ പെറുക്കി കൂട്ടി ചെറുതെ കഷ്ണങ്ങളായി നുറുക്കി ഉണ്ടാക്കി ശർക്കരയും നെയ്യും ചേർത്ത് വരട്ടി അരച്ചെടുത്ത സംഭവമാണ് ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത്. ഇത് വെച്ചിട്ട് ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അമ്മ ഒരു ഐഡിയ പറഞ്ഞത്, നമുക്ക് പായസം വയ്ക്കാമെന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പഴം പായസമാണ് കേട്ടോ. പഴം പായസം എന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ സാധാരണ കഴിച്ചിട്ടില്ല. അപ്പോൾ പഴം പായസം എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ. ആദ്യമായിട്ട് വെച്ച് നോക്കാം കേട്ടോ. വെച്ച് നോക്കാം അല്ലേ. നമുക്ക് തേങ്ങാപ്പാൽ വേണം. ആദ്യം അമ്മ ഇവിടെ നമുക്ക് ഒന്നാം പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാം പാൽ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, 2 മതി, കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ ശർക്കര ചേർത്തതാണല്ലോ. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു 2-3 സ്പൂൺ നെയ്യേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നെയ്യ് തോനെ വേണ്ടാന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യിലേക്ക് നമ്മുടെ പഴം മിക്സായിട്ട് ചേർത്ത് അങ്ങോട്ട് അടിപിടിക്കാതെ അങ്ങോട്ട് ഇളക്കിക്കോളി എല്ലാവരും. അപ്പോൾ അതൊന്നങ്ങോട്ട് സെറ്റായി വന്നാൽ നമുക്ക് ഇവിടെ 2ാം പാൽ വെച്ച് നല്ലപോലെ കട്ടല്ലാതെ അങ്ങോട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ശർക്കരപ്പാനി ഒഴിക്കണം. നമുക്ക് മധുരത്തിന് വേണ്ട അനുസരിച്ചിട്ടുള്ള ശർക്കരപ്പാനി എത്ര ഒഴിച്ചോളൂ. ഇനി ഇതാ കൈ പൊട്ടാതെ ഇളക്കിക്കോ, അടി പിടിക്കും. വേഗം ഇളക്കി 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 നമുക്കത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമ്മുടെ പായസമൊക്കെ ഇവിടെ കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം 1ാം പാൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പായസം നമുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചൂടായി സെറ്റാകുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്തോളം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മൂപ്പിച്ചിട്ടുള്ള തേങ്ങ നമുക്ക് പായസത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുടിച്ച് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിച്ചാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ.